ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു. ഒത്തൊരുമിച്ച് പരിസരത്തുള്ള ഞങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെല്ലാം സഹകരിക്കാം. അപ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഏത് കാര്യത്തിലും രാജീവ് സാറ് ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട്, നേരിട്ട് സംസാരിക്കുന്നുണ്ട്, ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സമിതിക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ, വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഏറ്റുമാനൂർ മാത്രമേ തന്നെ നോക്കിയാൽ പോകും, നമ്മൾ മറ്റ് പരിസരപ്പെടുത്തുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കാര്യങ്ങളും കൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉത്തമമാണ്. ഇപ്പോൾ അതിരമ്പുഴ എന്ത് ചെയ്തു, അപ്പോൾ എനിക്ക് പറയാം അതിരമ്പുഴ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് നടക്കും എന്നൊക്കെ നമുക്ക് ഇവിടെ കാഴ്ചപ്പാട്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തോമസ് മാളിയേക്കൽ, അംബിക സുകുമാരൻ, ത്രേസ്യാമ്മ മാത്യു, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയും ഏറ്റുമാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ES ബിജു, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, CPI ജില്ലാ സെക്രട്ടറി VB ബിനു, ജോസഫ് M പുതുശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറ്റുമാനൂർ പെരുമ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAക്ക് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. ജനകീയ വികസന സമിതിക്ക് വേണ്ടി സമിതി പ്രസിഡന്റ് B രാജീവാണ് ഏറ്റുമാനൂർ പെരുമ എന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയത്. പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ വികസന സമിതി പ്രസിഡന്റ് B രാജീവ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പത്രോസ് ചാക്കോ, ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് NP തോമസ്, ജനകീയ സമിതി സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ, ജനകീയ സമിതി ട്രഷറർ PH ഇക്ബാൽ, ജനറൽ കൺവീനർ രാജു ഇമാനുവൽ, സംഘാടക സമിതി വൈസ് ചെയർമാൻ സിറിൽ G നരിക്കുഴി എന്നിവർ സംസാരിച്ചു.